തന്നെ ദൈവമെന്ന് മനസ്സിക്ക് ബോധ്യമായി. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. പ്രാർത്ഥിക്കാത്തവരെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തനിയെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലിക്കരയേണ്ടി വരും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെങ്കിൽ, കരയുന്ന ദൈവപൈതലെങ്കിൽ, നിങ്ങളുടെ ഭാരമേറിയ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, നിങ്ങൾ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയിരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, കരയുന്നവനായിരുന്നു. പക്ഷെ ദാനിയേലിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ മന്ദിരമായിരുന്നു. പക്ഷെ അവരവിടെ കാണുന്നില്ല. ഔദ്യോഗിക ആവശ്യത്തിന് ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കാം. പക്ഷെ അന്ന് രാത്രി ദൈവം ഒരാളുടെ ഉറക്കം കെടുത്തി. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഉറക്കം പോയി. അവൻ ഉപവസിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാവിലെ ഞാൻ നിന്നോട് പറയാം, നീ കരയുന്നവനെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ വയ്യാതെ വരുമ്പോൾ, ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്ക് വേണ്ടി കരയാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവൻ വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, ഞാൻ ഭാരപ്പെടുമ്പോൾ, ഞാൻ കരയുമ്പോൾ, എനിക്ക് കരയാൻ വയ്യാതാകുമ്പോൾ, എനിക്ക് ഉപവസിക്കാൻ വയ്യാതാകുമ്പോൾ, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ദൈവം തരും ദൂതുകൾ ഞാൻ പറയാം. കരയുന്ന ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ അരികിൽ നിൽക്കുന്നവൻ നിന്നെ സഹായിച്ചില്ലെങ്കിലും അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും. നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നവൻ നിന്നെ കാണാതെ പോകുമ്പോൾ, കൈമലർത്തുമ്പോൾ, അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും. കൂടെ നിൽക്കുന്നവൻ കൈയൊഴിയുമ്പോൾ, ദൂരെ നിന്ന് നീ കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചു, വാ തുറന്നു, ശക്തിയോടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കഷ്ടാനുഭവ ആഴ്ച കൂടെ ആണല്ലോ. യഥാർത്ഥത്തിൽ യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങേണ്ടിയിരുന്നത് ബറയോനാ ശിമോനായിരുന്നു. പക്ഷെ അവൻ അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു കർത്താവ് വീണ്ടും എഴുന്നേറ്റും ഗൊൽഗോഥയിലേക്ക് പോകുമ്പോൾ ആ ഭാരമേറിയ കുരിശിൻ്റെ അറ്റം താങ്ങാൻ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരൻ ശിമോനെ നിർബന്ധിച്ചെന്ന വേദപണ്ഡിതന്മാർ ചിലർ പറയുന്നവൻ നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയെന്ന. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വന്നവൻ കുരിശിൻ്റെ മൂട് താങ്ങേണ്ടി വന്നു. മനസ്സോടൊന്നുമല്ല, നിർബന്ധത്താലാച്ചല്ലേ. പക്ഷെ അവൻ്റെ സന്തതിയും കർത്താവിൽ പ്രസിദ്ധനായി. നമ്മളെപ്പം കേൾക്കുന്ന ഇതൊക്കെ നിർബന്ധത്താൽ കുരിശ് താങ്ങിയവൻ, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മനസ്സോട് കുരിശ് താങ്ങുന്ന നിന്നെ, നിന്റെ തലമുറ കർത്താവ് കൈവിടുവോ? യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങേണ്ടത് ബറയോനാ ശിമോനായിരുന്നു. പക്ഷേ ബറയോനാ ശിമോൻ പോയപ്പോൾ ഒരു കുറേനക്കാരൻ ശിമോൻ വന്നു. അരികെ നിൽക്കുന്നവൻ സഹായിച്ചില്ലെങ്കിൽ അകലെ നിന്ന് ദൈവം സഹായം എത്തിക്കും. സത്യത്തിൽ ഈ പൗലോസിനെ സ്നാനപ്പെടുത്തേണ്ടിയിരുന്നത് അനന്യാസായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത. കൃപയിൽ നിന്നിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയം പോലും സാത്താൻ കിഡ്നാപ്പ് ചെയ്തു. അവൻ പോയ സ്ഥാനത്ത് മറ്റൊരു അനന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നീ അവിശ്വസ്തനായാൽ
നിന്റെ അതേ പേരുകാരനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിനകത്ത് യൂദയുടെ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്, വെളിപ്പാട് ദിവസം തൊട്ട് മുമ്പ്. ഒരു യൂദ പിശാചിൻ്റെ ദാസനായി മാറിയപ്പോൾ യൂദ ലേഖനം എഴുതുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. നാളെ ഒരു അമ്മച്ചി പറയുന്നത് കേട്ടവൻ കെട്ടി തൂങ്ങി ചത്താൽ എന്നാ നല്ലൊരു ലേഖനം എഴുതിയിട്ടാ ചത്തയെന്ന്. അമ്മച്ചി ചോദിച്ചാൽ ആ യൂദായ ഈ യൂദയം അല്ല അമ്മച്ചി, രണ്ടും രണ്ട് യൂദയാ. ഇപ്പോൾ എരുശലേമിലൊക്കെ ഞാനും പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഈ എരുശലേമിൽ ഇസ്രായേലിൽ ചെന്നാൽ എല്ലായിടവും പള്ളിയാണ്, എല്ലാവരുടെയും പേരിൽ. അപ്പം ഒരിടത്തൊരു പള്ളി കല്ലറ കണ്ടു, അത് പത്രോസിൻ്റെ കല്ലറയായിരുന്നു. വേറെടുത്ത് ചെന്നപ്പോൾ അവിടെയും ഒരു കല്ലറ. അപ്പോൾ ഈ ഗൈഡിനോട് ചോദിച്ചു, ഇവിടെയും കല്ലറ അവിടെയും കല്ലറ. അപ്പോൾ അയാൾ പറഞ്ഞു, അത് ഒന്ന് പത്രോസിൻ്റെ കല്ലറയും ഇത് 2 പത്രോസിൻ്റെ കല്ലറയാണ്. ഞാൻ പറയാൻ വന്ന ഒരു യൂദ പിശാചിൻ്റെ ദാസനായി മാറിയപ്പോൾ മറ്റൊരു ദൂത യേശു ക്രിസ്തുവിൻ്റെ ദാസനായി മാറി. ഒരന്യാസിൻ്റെ ഹൃദയം പിശാചി കൊള്ള ചെയ്തപ്പോൾ മറ്റൊരന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു ശിമോൻ അകലം വിട്ട് അകന്നു വെച്ചപ്പോൾ മറ്റൊരു ശിമോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ചിലരൊക്കെ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിച്ച് എൻ്റെ വേല പൂർത്തി. ഒന്ന് കൈ ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എന്നെ നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. മനശ്ശയോട് ദൈവം പലവട്ടം സംസാരിച്ചു, പക്ഷെ അവൻ കേട്ടില്ല. അവസാനം ദൈവം അശൂർ രാജാവിൻ്റെ പടയാളികളെ അയച്ചവനെ ബന്ധിച്ച് ബാബേലിൽ കൊണ്ടുപോയി ഘട്ടത്തിലായപ്പോൾ നിലവിളിച്ചത് യഥാസ്ഥാനപ്പെടുത്തി. ദൈവം കോപതന ദൈവം എന്ന് ബോധ്യമായി. ആരാണ് ഈ മനശ്ശ? ആരാ മോളെ വായിക്കുന്ന ആരാ? 33 അധ്യായം 1 വാക്യം വായിച്ചേ. 33:1. ആരാണ് മനശ്ശ? 2 Chronicles chapter 33 verse 1. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. Yes. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. വായിച്ചോ മോളെ. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അടുത്തത്, അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. അടുത്തത്, ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. താഴോട്ട് വായിച്ചാൽ അവൻ ചെയ്ത പരാക്രമം കാണാം. അപ്പം തുടക്കം ഇങ്ങനെയാണ്, മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. നീ എന്ന് നോക്ക്, മനശ്ശെ ആരാണ്? 12ാമത്തെ വയസ്സിൽ വാഴ്ച തുടങ്ങിയവൻ. 12ാമത്തെ വയസ്സിൽ രാജാവാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നൽകിയത്. ഓ, പ്രയസണ്ടിരിക്കും ദൈവമക്കളെ, രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നമുക്ക് തന്നത്.